വിവിധ രാജ്യങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകൾ അരിയും പലഹാരവും മാംസവും പച്ചക്കറികളും കൊണ്ട് സമ്പന്നമായിരുന്നു. വ്യാപാര വിതരണ ഇടപാടുകൾക്കായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 3000-ലേറെ കമ്പനികളാണ് മേളയിൽ പങ്കെടുത്തത്. തേങ്ങ കൊണ്ടുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ അണിനിരത്തി മലേഷ്യയും തായ്വാനും മത്സരിച്ചപ്പോൾ ചായ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം കൊണ്ട് ചൈന സ്റ്റാളുകൾ വേറിട്ടുനിന്നു. വിവിധതരം ആഹാര ഉൽപ്പന്നങ്ങൾ നിരത്തിയ മൊറോക്കോ സ്റ്റാളും മികച്ചതായി. കാരക്കയുടെ നാനാത്വമായിരുന്നു വിവിധ അറബ് രാജ്യങ്ങളുടെ സ്റ്റാളുകളിൽ ഏറെയും. ഇന്ത്യൻ കമ്പനികളുടെ ധാരാളിത്തവും മേളയിൽ പ്രകടമായി. ഗുണമേന്മയ്ക്ക് ഊന്നൽ നൽകിയ പുതിയ പാൽ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച പിന്തുണ ലഭിച്ചുവരുന്നതായി അൽറവാബി മാർക്കറ്റിംഗ് മാനേജർ അബിസൺ ജേക്കബ് പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തങ്ങളെന്ന് KLF നിർമ്മൽ കോക്കനട്ട് ഓയിൽ MD സണ്ണി ഫ്രാൻസിസ് അറിയിച്ചു. 5 പ്രോഡക്ട്സ് ആണ് ഇപ്പോൾ ഇവിടെ ഈ ഷോളിൽ ഞങ്ങൾ എക്സിബിറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ പ്രോഡക്ട്സ് എല്ലാം GCC കൺട്രീസിൽ അവൈലബിൾ ആണ്. UAE-ക്കകത്തും പുറത്തുനിന്നുമുള്ള ഭക്ഷ്യ വ്യാപാര വിപണന രംഗത്തെ പ്രമുഖ സ്ഥാപനങ്ങളെല്ലാം ഗൾഫ് ഫുഡിൽ സജീവമായിരുന്നു. 19ാമത് മേളയിൽ 152 രാജ്യങ്ങളിൽ നിന്നായി 1 ലക്ഷത്തോളം സന്ദർശകർ എത്തിയെന്നാണ് കണക്ക്. MCA നാസർ, മീഡിയ 1, ദുബൈ.